ഉറപ്പാക്കണമേ. കൃഷ്ണഭൂഷണായ ദാനിയേൽ നൽകിയതുപോലെ നിന്റെ സന്നിധി ഞങ്ങൾക്ക് ജയം നൽകണമേ. കത്തുന്ന അഗ്നിച്ചുളയിൽ നിന്ന് ഹനനീയ മുതലാളുടെ ബന്ധനങ്ങളെ നീ അടിച്ചതുപോലെ ദുഷ്ടവിചാരങ്ങളുടെ ബന്ധനങ്ങളെ ഞങ്ങളിൽ നിന്നും അഴിക്കണമേ. നിന്റെ പട്ടക്കാരും ശുശ്രൂഷകന്മാരും നിന്റെ ഇഷ്ടം ചെയ്ത് നിറവേറ്റുവാനും നിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിന്മേലവർ സത്യമുള്ളവരായിരിക്കാനും നിന്റെ തിരുവചനം പോലെ ഭയത്തോട് നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിപ്പാനും നിന്റെ വിശുദ്ധ വഴിയിൽ നടപ്പാനും രക്തസമുദ്രവും ജീവപ്രദങ്ങളുമായ നിലനിൽപ്പളയാതിരിപ്പാനും അവർക്ക് കൃപ നൽകണമേ. കർത്താവേ, ഇപ്പോൾ ഈ ഭവനത്തിന് വേണ്ടിയും ഇതിൽ പാർക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹങ്ങളും കരുണയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് നിന്റെ ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ പ്രവേശിക്കുമാറാകണമേ. ഈ ഭവനം ശ്രേഷ്ഠത പ്രാപിക്കുകയും ഇതിൽ വസിക്കുന്നവർ ജയത്തോടെ രക്ഷിക്കപ്പെടുകയും കുഞ്ഞാടുകൾ നിന്റെ മേച്ച സ്ഥലങ്ങളിൽ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മ കൊണ്ട് തൃപ്തിപ്പെടുകയും ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ നിന്ന് കരുണ ലഭിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളോട് കരുണയുള്ളവനും അനുതാപികൾ ഇഷ്ടമുള്ളവരുമായ കർത്താവേ, നിന്റെ വിപുലമായ അനുഗ്രഹങ്ങളെ സമൃദ്ധി പോലെ ഞങ്ങളോട് ദൈവവും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, തിരുവള്ളമുണ്ടാകാൻ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് അറിയിക്കുന്നു. ആയപ്പോൾ എല്ലായ്പ്പോഴും തന്നെ. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകമനസ്സും ഏകവിചാരവും ഉള്ളവരായിരുന്നു. അവരിലൊരുത്തരും അവരുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെ കുറിച്ച് സ്വന്തമെന്ന് പറഞ്ഞിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന സകലവും പൊതുവിലായിരുന്നു. സ്ത്രീഹന്മാർ മഹാശക്തിയുടെ ഈശോമിശിഹായുടെ പുനരുദ്ധാനത്തെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. അവരെല്ലാവരും കൂടെ വലിയ കൃപയുണ്ടായിരുന്നു. അവരിൽ നിന്ന് മറ്റുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. നിലങ്ങളോ വീടുകളോ സമ്പാദ്യമായിട്ടുള്ളവർ അവയെ വിൽക്കുന്നവന്റെ വില കൊണ്ടുവന്ന് സ്ത്രീഹന്മാരുടെ കാൽക്കൽ വച്ചിരുന്നു. ഓരോരുത്തരും ആവശ്യമുള്ളതുപോലെ കൊടുക്കപ്പെട്ടിരുന്നു. സ്ത്രീയാന്നവരികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളുടെ ഇഷ്ടമുണ്ടെങ്കിൽ പ്രവേശിച്ച് കർത്താവിനെ വന്ദിപ്പീൻ. സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനും രക്ഷമറിയിക്കുന്ന ലൂക്കോസ് എവൻഗലിസ്റ്റിന് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ കന്യകയായ മറിയാമിൽ നിന്ന് ശരീരമെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവം രക്ഷകനുമാകുന്ന യേശു മശീഹ തന്റെ പരസ്യ ശുശ്രൂഷാകാലങ്ങളിൽ പ്രകാരം കൽപ്പിച്ച് പഠിപ്പിച്ചു. പ്രവേശിച്ച് കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാരൻ പ്രധാനിയുമായി സക്കായ് എന്ന പേരുള്ള ഒരു പുരുഷനെ യേശുദമ്പുരാൻ എങ്ങനെയുള്ളതെന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നു. സക്കായ ശരീര വളർച്ചയിൽ കുറയുവനായതുകൊണ്ട് പുരുഷാരന് വിട്ടവന് കഴിഞ്ഞില്ല. ആന വഴി കടന്നു പോകേണ്ടിയിരുന്നവർ ഓടി യേശുദമ്പുരാൻ മുമ്പിൽ കടന്നു തന്നെ കാണാനായി ഒരു കാട്ടത്തെ വൃക്ഷത്തിന്മേൽ കയറി. ഈശോദമ്പുരാൻ ആ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടു. അവനോട് സക്കായിയെ വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുമെന്ന് അരുളി ചെയ്തു. അവൻ വേഗം ഇറങ്ങുമെന്ന് സന്തോഷത്തോടുകൂടി അവനെ കൈക്കൊണ്ടു. എന്നാൽ അവർ എല്ലാവരും ഇത് കണ്ടപ്പോൾ അവൻ പാപിയായ മനുഷ്യന്റെ അടുക്കലകത്ത് നിന്ന് പാർത്തിരുന്ന് പുറത്ത് പറഞ്ഞിരുന്നു.
എന്നാൽ സക്കായിന്റെ ദേശംബരാനോട് ഇതാ എന്റെ സമ്പാദ്യങ്ങൾ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ഞാൻ അന്യായമായി എടുത്തിട്ടുള്ളത് 4 മടങ്ങായി തിരികെ കൊടുക്കുന്നു എന്നുള്ള ദേശംബരാനോട് ഇതിനും അബ്രഹാമിന്റെ പുത്രനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ മനുഷ്യപുത്രൻ കാണാതെ പോലെ ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഇവരുടെ മേൽ കൃപയെ ചിന്തുമാറാ കൃപയോട് നിന്ദാനങ്ങളെ മേലയച്ചീടണമേ. രക്ഷവരാതെ നിൻ വഴി തന്നിൽ നടന്നിടുവാം. എന്മാവേട്ടവരിൽ നിന്നങ്ങൾ രക്ഷിക്കണമേ. അനുഗ്രഹം നിറഞ്ഞിരിക്കണമെന്ന് വാദം ഞങ്ങൾ പുറത്തുനിന്ന് നിങ്ങളുടെ അപേക്ഷ കേട്ടിരിക്കണമേ. ദൈവദാവീതിന്റെ പ്രാർത്ഥന കേട്ടവരോട് കരുതു തോന്നിയവൻ അന്യായത്തെ നീക്കിക്കളഞ്ഞു. അവരെ പ്രവചനവരെ തിരികെ കൊടുത്തു. ഹനനീയാമതായി പലരുടെയും ദൈവത്തെ നോക്കി വിളിച്ചു തിരിക്കുവാനും ദഹനത്തിൽ അവനവരെ രക്ഷിച്ചു. നമ്മെ എടുക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ 3 ആകുന്നു: മരണനാഴികയും ഭയങ്കര സിംഹാസനവും സത്യവിശ്വാസത്തോടെ തന്നെ നോക്കി വിളിക്കുന്ന എല്ലാവരോടും ഉത്തരവരുളുന്നു. ദൈവങ്ങളുടെ ദൈവവും കർത്താക്കന്മാരുടെ കർത്താവുമായുള്ളവരെ, ഈ ഭവന വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കുന്ന ഈ സമയത്ത് നിന്റെ ശ്രേഷ്ഠയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും കൈക്കൊള്ളണമെന്ന് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മണ്ണും ചാരവും ആകുന്നുവെന്നും നിന്റെ കൃപയും സഹായവും കൊണ്ടല്ലാതെ സ്വയമായി യാതൊന്നും ചെയ്തു പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല എന്നും നിന്റെ ഏറ്റവും ചെറുതായിരിക്കുന്ന കൃപ പോലും പ്രാപിപ്പാൻ ഞങ്ങൾ അർഹതയില്ലാത്തവരായിരിക്കെ നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിക്കുന്നുവെന്നും നിന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ധന്യമായ വാഴ്വുകൾ ഞങ്ങൾക്ക് അയച്ചു തരുന്നുവെന്നും പ്രയാസങ്ങളുടെ ലോകത്തിൽ നീ ഞങ്ങളെ നടത്തുന്നുവെന്നും തിരുസന്നിധിയിൽ ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊള്ളുന്നു. മനസ്സിലുള്ളവനും മനുഷ്യ സ്നേഹമുള്ളവനുമായ കർത്താവേ, ഈ വീട് പണിയുന്നതിന് ഇതിന്റെ ഉടമസ്ഥന് നീ ചെയ്ത എല്ലാ സഹായങ്ങൾക്കു വേണ്ടി അതിനെ പൂർത്തിയാക്കുന്നതിന് ഇടവകയെ നീ ശക്തിപ്പെടുത്തുകയും സകല പ്രവർത്തികളിലും ഇടവകയെ നീ താങ്ങുകയും എല്ലാ പെരുമാറ്റങ്ങളിലും ഇതുവരെ അവരെ നടത്തുകയും ചെയ്യുന്നതിനു വേണ്ടിയും അന്ത്യവും വിശുദ്ധമായ നിന്റെ തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ വീട് പണിയുന്നില്ല എങ്കിൽ അതിന്റെ പണിക്കാർ വൃദ്ധാധ്വാനം ചെയ്യുന്നുവെന്നും നീ പട്ടണം കാത്തുകൊള്ളുന്നില്ല എങ്കിൽ നിന്റെ കാവൽക്കാർ വൃഥാ ജാഗരണം ചെയ്യുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്ന നിന്റെ ശക്തിയുള്ള വലങ്കൈ എപ്പോഴും ഓർത്തുകൊള്ളുവാൻ നിങ്ങൾ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന സർവ്വ നന്മകൾക്കും വേണ്ടി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാൻ നിന്റെ കൽപ്പനകളെ ആചരിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. സഖായ വീട്ടിൽ പ്രവേശിച്ച് ഇവനും അബ്രഹാമിന്റെ മകനാകൊണ്ട് എന്നീ വീടിന് രക്ഷയുണ്ടായി എന്ന് ചെയ്ത ഞങ്ങളുടെ കർത്താവ് വിശ്വസിക്കായി ഈ ഭവനത്തിൽ വസിക്കുന്നവരോടുകൂടെ നീ ഉണ്ടായിരിക്കണമേ. അവരെ നിന്റെ മക്കളും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരുമാക്കി തീർക്കണമേ. ഈ വീടിനെ ഇതിൽ വസിക്കുന്നവരെയും കൃപയും കരുണയും നിറഞ്ഞിരിക്കുന്ന വലങ്കൈ ആവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. നന്മയും അനുഗ്രഹങ്ങളും ആശ്വാസവും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. സകല ദുഷ്ടപരിമാറ്റങ്ങളെയും അവരിൽ നിന്നും തള്ളിക്കളയണമേ. അവർക്ക് സൗഖ്യവും ആരോഗ്യവും നൽകുമാറാകണമേ. വൈഷമ്യമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസമുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നും ആകിൽക്കർസായുടെ എല്ലാ കൗശലങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ കരുണയുടെ കണ്ണാൽ ഈ വാസസ്ഥലത്തെയും അതിൽ പാർക്കുന്നവരെയും കടാക്ഷിച്ച് അവരോട് കരുണ ചെയ്യണമേ. ഇവരിൽ നിന്ന് നിന്റെ നോട്ടം വിടാതെ രാപകൽ നിന്റെ ചിറകിൻ കീഴിൽ ഇവരെ മറച്ചുകൊള്ളണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ ആശ്വാസപൂർണമായ ജീവിതം ചെയ്യുവാനും വരുവാനിരിക്കുന്ന ലോകത്തിൽ നിന്നെ സ്നേഹിച്ച പരിശുദ്ധന്മാരോടുകൂടെ മഹത്വമുള്ളവയും നിത്യത്വമുള്ളതുമായ നിന്റെ വാസസ്ഥലങ്ങളിൽ വസിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും
യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഓശോ വഹുല സുബാൻ ഈ ഭവനം ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ ശ്രീകാളി അടയാളത്താൽ മുദ്രയിടപ്പെടുന്നതിനാൽ എന്നേക്കുന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായി തീരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ തിരുനാമത്തിലെ കെട്ടിടം വാഴ്ത്തപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതും അനുഗ്രഹിക്കപ്പെട്ടതുമായി തീരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിലെ കെട്ടിടം വാഴ്ത്തപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതും അനുഗ്രഹിക്കപ്പെട്ടതുമായി തീരട്ടെ. കർത്താവിനെ എന്നോടു കൂടെ സ്തോത്രം ചെയ്തിടുവിൻ നിങ്ങൾ തന്നാമൈക്യമോടെ ഉന്നതമാക്കി
കയറി ഇറങ്ങി പോകുന്നു. ഓരോ കുന്നും ഓരോ മലയും കയറി വേണം ഓരോ വീട്ടിലെത്താൻ. അച്ഛൻ തന്നെയാണ് ആദ്യമായിട്ട് അവിടെ ചെന്നുകൊണ്ട് താമസിക്കുന്നത്. ചുറ്റുപാടുകളൊക്കെ പ്രയാസമാണ്, ചുറ്റുപാടുകൾ. അപ്രകാരം ഒരു ഭവനത്തിലേക്ക് എത്തി ഒരു 4 മണിയായി ചെല്ലുമ്പോൾ ആ വീട്ടിലൊരു അമ്മ മാത്രമാണുള്ളത്. മകള് സ്കൂളിൽ നിന്ന് വരാൻ അധികം വളർന്നു ഇടാതെ ഉണ്ടായ ഒരു ഏത്തങ്ങള വെള്ളി ഒഴുകി വെച്ചിരിക്കുകയാണ്. മകൻ കുടിക്കാൻ പറ്റും. അപ്പോഴാണ് അച്ഛൻ കയറി വരുന്നത്. വർത്തമാനമൊക്കെ പറഞ്ഞു മകള് കയറി വന്നു. അപ്പോൾ അച്ഛൻ പോകാൻ കഴിയുമ്പോൾ അമ്മ മകളോട് പറഞ്ഞു, നമുക്ക് ഈ അച്ഛൻ്റെ അച്ഛനുണ്ട് പകുതിയാണ് മുറിക്കുക. അച്ഛൻ പകുതി എടുക്കുന്നു, ബാക്കി നിനക്കും കിട്ടും. അവൾ മനസ്സിലോടെ സമ്മതിച്ചെങ്കിൽ അമ്മ എത്തിക്കാൻ മുറിച്ചു. അച്ഛൻ എന്ന് രാവിലെ ഇറങ്ങിയതായിട്ടൊന്നും കഴിച്ചില്ല. അച്ഛൻ ആദ്യത്തെ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു. എത്തിക്കാൻ രുചിയുള്ളത് കണ്ടപ്പോൾ രണ്ടാമത്തെ കഷ്ണത്തിന് വേണ്ടി പിടിച്ചപ്പോൾ അകത്ത് നോക്കി, ആണ്ടമ്മേ അച്ഛൻ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് കൊടുത്ത് ഈ സഭ വളർന്നതും അച്ഛന്മാരെ സ്നേഹിച്ചതും. പ്രകാരം ഒരു വീട് നല്ലതായിട്ട് ക്രമപ്പെടുത്താൻ ധാരാളം പണമുണ്ടാക്കി പണം കൊടുത്ത് ഏറ്റവും ഭംഗിയായി ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ ചേർന്ന ഉചിതമായ രീതിയിൽ അതിനെ പണി ചെയ്യുവാൻ നിങ്ങളെല്ലാവരും അതിനെ സഹായിച്ചു. ഇതുമൂലം ഈ വൈദിക ശുശ്രൂഷ നിങ്ങളെത്ര ബഹുമാനിക്കുന്നു, വൈദികരെ എന്ന് മാത്രം ദൈവത്തിന് വേണ്ടി കരുതുന്നുവെന്നും നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വന്നു ചേരുന്നവർക്കും മാർത്തോമാ സഭ വൈദികരെ എങ്ങനെ സ്നേഹിക്കുന്നുവെന്നും കരുതുന്നെന്നും കാണിച്ചു കൊടുക്കാൻ കഴിയുന്നു. ഇതൊരു അച്ഛൻ്റെ വീടല്ല, ഇതൊരു പള്ളിയുടെ വീടാണ്. എല്ലാവർക്കും ഇവിടെ ഒരു അസൈലം ഉണ്ടാകും. ഒത്തിരി ടെൻഷനെ നടുക്കാണ് നിങ്ങളെല്ലാവരും ജീവിക്കുന്നത്. ജോലി, വീട്, ഗുരുസ്ഥ, പേരൻസ്, ജോലി, ബുദ്ധിമുട്ട്, കടം, ഭാരം, ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ജീവിക്കുമ്പോൾ ഈ ഒരു വീട് എല്ലാവർക്കും ഒരു അസൈലമായി അത്താണിയാണ്. ചുമട് താങ്ങി പോലെ പ്രയാസങ്ങൾ ഇറക്കി വെക്കുന്ന ഒരു വീടായിട്ട് ഇതിനകത്ത് അച്ഛന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് മസ്കാന്മാർക്ക് ചെയ്യാൻ പറ്റും. അവർക്കും കൗൺസിലേഴ്സാണ്. അവരോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്ന അനേകം ആളുകളുണ്ട്. അങ്ങനെ വീട് കുടുംബമായി ഒരു പൗരോഹിത്യ ശുശ്രൂഷയായിട്ടൊക്കെ മാർത്തോമാ സഭ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. അത് ധന്യമായ കൂട്ടുബന്ധത്തിന് കുഞ്ഞുങ്ങൾക്കെല്ലാം ഇവിടെ എപ്പോഴും കയറി വരാം. ഇത് നിങ്ങളുടെ വീടാണ്. ഈ അച്ഛന്മാർ ഫ്രിഡ്ജ് തുറക്കാൻ സമ്മതിച്ചില്ലെങ്കിലും ബലമായ ഫ്രിഡ്ജൊക്കെ തുറന്നു വയ്ക്കണം. ഇവിടെ എപ്പോഴും ഒരു ഹോസ്പിറ്റാലിറ്റി ഉണ്ടാവും. സ്നേഹം കിട്ടുന്ന ഒരു ഭവനമായി ദൈവം ഈ പ്രാർത്ഥനയെ തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്മോട് ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഉദ്യോഗസ്ഥനാണ് എൻ്റെ ഭാഗ്യം കിട്ടിയത്. അച്ഛനെ കുറിച്ച് മകനും സന്തോഷകരമായ കുടുംബജീവിതം, സന്തോഷകരമായ പൗരത്യ ശുശ്രൂഷയും ഒന്നിച്ച് ചെയ്യുവാനുള്ളത് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പണി ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. അനേകരുടെ വിയർപ്പിൻ്റെ ഫലമാണ് ഈ വീടിൻ്റെ പൂർത്തീകരണം. പങ്കാളികളായ എല്ലാവരെയും, വിയർപ്പൊഴുക്കിയ എല്ലാവരെയും, പ്രാർത്ഥിച്ച എല്ലാവരെയും ദൈവം അനുകൂലമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും എന്നേക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും, ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകും. ആത്മീയമായ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെ വന്ന് സംബന്ധിക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ബലഹീനതകളും കുറവുള്ളതായ നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായതിൻ്റെ സിംഹാസനം വിഭാഗം കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുന്നതാണ്. ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിട്ടുള്ള ഈ ആരാധനയ്ക്ക് ശേഷം ഈ പാഴ്സനൈൻ്റെ കുദാശയിലേക്ക് നമുക്കെല്ലാവർക്കും ഇടവകയൊക്കെ ഇന്ന് തിരുമേനിയോടൊപ്പം ചേർന്ന് വരുവാൻ ദൈവയുടെ ഇതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് തിരുമേനിയാൽ ഇന്ന് ഈ ഭവന കുദാശ നിർവഹിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട് നൽകപ്പെടുമ്പോൾ നമ്മളുടെ ജീവിതവും താമസവും എല്ലാം അനുഗ്രഹമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിൽ ധാരാളം പേരുടെ
അവരുടെ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നവരെ എല്ലാം ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുന്നു. ഏറെ സ്നേഹത്തോടെ പ്രിയപ്പെട്ട ജോസഫ് ഡാനിയൽ അച്ഛൻ ഇതിൻ്റെ ഏറ്റവും ചെറുതായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഏറെ ശ്രദ്ധ ചെലുത്തി. അച്ഛൻ്റെ ദിവസം മുഴുവൻ, പകൽ മുഴുവൻ ഇവിടെയായിരുന്നു, ബൈപ്പാസിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ തന്നെയായിരുന്നു. അച്ഛനേറെ ശ്രദ്ധയോടുകൂടി അതെല്ലാം വളരെ കൃത്യതയോടെ നിർവഹിച്ചു. രാത്രി ഏറെ വൈകിയും ഈ ദിവസങ്ങളിൽ പോലും ഏറെ രാത്രിയായിട്ടും അച്ഛൻ ഭവനങ്ങളിൽ ചെന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അച്ഛൻ സ്വന്തം വീട് പണിയുന്ന ആ ഒരു താല്പര്യത്തോടുകൂടി ഇതിനെ നിർവഹിക്കുവാനായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ, അതോടൊപ്പം തന്നെ അച്ഛനോടൊപ്പം ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട അജിത്തങ്ങൾ, അവിടെ എല്ലാം വലിയ ശുശ്രൂഷ, പ്രത്യേകിച്ച് പണികളെല്ലാം നിർവഹിച്ച പ്രിയപ്പെട്ട ബീഷാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം, ഒരുമിച്ചുള്ളതായിട്ട് വലിയ ശുശ്രൂഷ, ഓഫീസ് വർക്കേഴ്സ്, അവരുടെ ശുശ്രൂഷകൾ, ഇതെല്ലാം ഏറെ സന്തോഷത്തോടുകൂടി ഈ സമയത്ത് വിലമതിക്കുകയാണ്. ഈ ഒരു പ്രയത്നം ഇന്ന് ഒരു ഭവനമായി ഇത് മാറുമ്പോൾ ഞങ്ങളുടെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ, വാഴ്ത്തട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടുമുള്ള പ്രത്യേകമായുള്ള സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇടവജനങ്ങളുടെ ഓരോ സ്തോത്രകാശ പൈസയും ഇതിനകത്ത് ഏറെ അനുഗ്രഹമായിരുന്നു. നിങ്ങൾ മാറ്റിവെച്ചതും ദൈവം ദാനമായി നൽകിയതിൽ നിന്ന് നിങ്ങൾ സമർപ്പിച്ചതുമായിട്ടുള്ളത് തന്നെയാണ് കാണുന്നതല്ല. ദൈവം നൽകിയതല്ലാതെ മറ്റൊന്നും നമ്മുടെ കൈകളിലില്ല. ഏറെ അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഏറെ അനുഗ്രഹങ്ങൾ ദൈവം മുടക്കി നൽകട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദേവദാശ നിർവഹിച്ച തിരുമേനയോടുള്ള സ്നേഹവും സന്തോഷവും ദൈവയുടെ നാമത്തിൽ അറിയിക്കുന്നു. ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ കുദാശ ഇവിടെ നിർവഹിക്കപ്പെടുമ്പോൾ നന്ദി പറയേണ്ട ഒരാളോടുണ്ട്. പ്രിയപ്പെട്ട മെർലാൻഡ് സ്കൂളിൻ്റെ ഓണറായിരിക്കുന്ന പ്രിയപ്പെട്ട സുശീലാൻഡി. കഴിഞ്ഞ വർഷം ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന് സുശീലാൻഡിയെ സമീപിച്ചപ്പോൾ ഇതുപോലെ പാഴ്സണ നിർമ്മാണത്തിനാന്ന് പറഞ്ഞപ്പോൾ വളരെ താല്പര്യത്തോടുകൂടി 100,000 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട ആൻറ്റി നൽകി. ആൻറ്റിയോട് ആ സ്കൂളിലെ പ്രിയപ്പെട്ടവരുള്ള പ്രത്യേക കടപ്പാട് വളരെ വലുതാണ്. കാരണം എല്ലാ വർഷവും നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു സ്കൂളാണ് മെർലാൻഡ് സ്കൂൾ. പ്രിയപ്പെട്ട ജെസ്സി മിസ് നമ്മളോടൊപ്പം ആയിരിക്കുന്നു. പ്രിയപ്പെട്ട ജെസ്സി മാമ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയമുള്ള പ്രത്യേക നന്ദി, കടപ്പാട് വളരെ വിനയത്തോടുകൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കോൺട്രാക്ടർ, സ്കൈലൈൻ കോൺട്രാക്ടറായിരുന്നു പ്രിയപ്പെട്ട ജോസഫ് അങ്കിൾ നമ്മളോടൊപ്പം ആയിരിക്കുന്നു. നന്ദി. അതിനുള്ള ബന്ധത്തിലാണല്ലോ നമ്മളെല്ലാം ചേർന്ന് വന്നിരിക്കുന്നത്. അതിനുള്ള കൈയസ്വരി കൊടുത്ത് നമുക്ക് ശുശ്രൂഷ പൂർണ്ണമാക്കാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം ആയിരം നാവുകളാനതു വർണ്ണിപ്പതിനെഴുതോ, പതിനായിരത്തിങ്കലംശം ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഫോട്ടോ എടുക്കുന്നത് എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിലൂടെ പങ്കുചേർന്നിട്ട് പോകാവുന്നതോ. പാലുണ്ടോ? അനിയന്മാർക്ക് ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അസമാണ്. നിങ്ങളോട് വെച്ചു അച്ഛനാ
ക്ലോക്ക് വൈസ് നടക്കണേ. ഇവരെല്ലാം തിരിച്ചലക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ക്ലോക്ക് വൈസ് മുന്നോട്ടല്ലേ പോകുന്നത്, പുറകോട്ടല്ലല്ലോ, മുന്നോട്ട്. ആ അങ്ങനെ, അതാണ് ഒരു മീൻ. അതിനെ നടക്കില്ല. ആ ക്ലോക്ക് വൈസ് നടക്കണേ. ക്ലോക്ക് വൈസ്